രാഷ്ട്രീയ രംഗത്തെ ചില കൂട്ടായ്മകളിൽ കൗതുകകരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പരിസരത്താണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ശ്രീ നാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ വക്രീകരിച്ചുകൊണ്ട് വർഗീയ വിഷം ചീറ്റുന്നു എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ചില പ്രതികരണങ്ങൾ. ഇത് നടത്തിയിരിക്കുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ പങ്കെടുത്തതായിട്ടുള്ള ഒരു വലിയ സമ്മേളനത്തിൽ ആണ് എന്നതാണ് ഇതിന്റെ പ്രത്യേകതയും അത് ഉയർത്തുന്നതായിട്ടുള്ള വൈരുദ്ധ്യങ്ങളും. ശ്രീ നാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ഏറ്റവും വളരെയേറെ വിലമതിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് കേരളം ജീവിക്കുന്നത് എന്ന കാര്യം പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. വർഗീയ വിഷം ചീറ്റുന്നതിനെതിരായി ശ്രീ നാരായണ ഗുരു നടത്തിയതായിട്ടുള്ള ഉദ്ബോധനങ്ങൾ അല്ലെങ്കിൽ പഠിപ്പിക്കലുകളൊക്കെ എല്ലാവരും ആദരിക്കുന്നതാണ്. പ്രത്യേകിച്ച് നവോത്ഥാന പ്രസ്ഥാനത്തിൽ നാരായണ സന്ദേശങ്ങളൊക്കെ വളരെ വിലപ്പെട്ടതാണ് എന്ന രീതിയിൽ അതിനെ കാണുന്ന ഒരു സമൂഹത്തിലാണ് ഇപ്പോൾ ഈ ഒരു പ്രസ്താവനയുമായി ശ്രീ പിണറായി വിജയൻ രംഗത്ത് വന്നിരിക്കുന്നത്. ശ്രീ നാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ വക്രീകരിച്ച് വർഗീയ വിഷം ചീറ്റുന്നു എന്ന് പറയുമ്പോൾ നാരായണ ഗുരു ദർശനങ്ങളെ ഏറ്റവും വലിയ ഉദാത്തമായി കാണുന്ന, പ്രത്യേകിച്ചും പ്രചാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഈ അടുത്ത കാലത്ത് നടത്തിയതായിട്ടുള്ള പ്രസ്താവനകൾ നമുക്ക് മറക്കാനാവുന്നതല്ല. അദ്ദേഹം മലപ്പുറം ജില്ലയെ സംബന്ധിച്ചും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിപ്പിൽ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചും അതിനേക്കാൾ അപ്പുറമായി കേരളത്തിലെ വളരെ പ്രബലമായിട്ടുള്ള ഒരു ഭൂരിപക്ഷ സമുദായമായ നായർ സമുദായത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ കേരളീയർ ആരും മറന്നിട്ടില്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറയുന്ന നാരായണീയ ദർശനം അത്യുദാത്തമാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നതും അതിപ്രധാനമായിട്ടുള്ള സന്ദേശമാണ്. ലോകമാകെ ആദരിക്കുന്ന സന്ദേശമാണ്. ആ സന്ദേശം പ്രചരിപ്പിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നതായിട്ടുള്ള ഭൂരിപക്ഷ വർഗീയ സന്ദേശങ്ങളെ അല്ലെങ്കിൽ ഭൂരിപക്ഷ വർഗീയതയെ വല്ലാതെ വികലമാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഏത് ഉദ്ദേശത്തോടു കൂടിയാണ് എന്നത് പരക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുസ്ലിം സമുദായത്തോടുള്ള സമീപനം, ക്രൈസ്തവ സമൂഹത്തോടുള്ള സമീപനമൊക്കെ സംശയത്തോടുകൂടി മാത്രമേ കാണാനായി സാധിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതും വളരെയേറെ കൗതുകമുണ്ടാക്കുന്നതുമായ ഒരു പ്രസ്താവനയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെട്ടതായിട്ടുള്ള മൈക്രോ ഫിനാൻസ് കേസ്, അതായത് അതിൽ സർക്കാരിന്റെ ഫണ്ട് ദുരുപയോഗം ചെയ്തിരിക്കുന്നു എന്ന വളരെ വ്യാപകമായ വ്യാപ്തിയുള്ള ഒരു കേസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പോലീസ് സൂപ്രണ്ട് ശ്രീ ശശിധരൻ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം വളരെ ഗൗരവമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ചുള്ള കേസുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കർശനമായി പറഞ്ഞിരിക്കുന്നത് ഒക്ടോബറോടുകൂടി തന്നെ ഇതിന്റെ കുറ്റപത്രം സമർപ്പിക്കണം എന്നുള്ളതാണ്. കോടിക്കണക്കിന് രൂപയുടെ ഗവൺമെന്റ് ഫണ്ട് ദുർവിനിയോഗം ചെയ്തു ഈ മൈക്രോ ഫിനാൻസിലൂടെ ശ്രീ വെള്ളാപ്പള്ളി നടേശനും നടേശന്റെ പ്രസ്ഥാനവും എന്ന ആക്ഷേപമാണിപ്പോൾ അന്വേഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ
ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റാനായിട്ടുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. അതിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് വളരെ ഗൗരവമായി തന്നെ കാണേണ്ടതായിട്ടുള്ളതാണ്. ഇപ്പോൾ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ്, പിണറായി വിജയനാണല്ലോ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്നത്. അദ്ദേഹം ഒരു DIGയുടെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ അന്വേഷിക്കുന്നതാണ് നല്ലത് എന്ന പ്രസ്താവനയുമായി മുന്നോട്ട് വന്ന് ഇതുവരെ അന്വേഷണം നടത്തിയ സൂപ്രണ്ടിന്റെ പദവിയിലുള്ള ശശിധരനെ മാറ്റാനായി വളരെയേറെ ഗൂഢ ഉദ്ദേശത്തോടുകൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിന്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, വരാൻ പോകുന്നതായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ ഏത് മാർഗത്തിലൂടെയും നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആണ് വെള്ളാപ്പള്ളി നടേശനെ വെള്ളപൂശുന്നതിനായി ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ രംഗത്ത് വന്നിരിക്കുന്നത്. ശ്രീ വെള്ളാപ്പള്ളി നടേശന് എതിരായി വന്നിരിക്കുന്ന ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുകൾ ഒരു കടുത്ത പ്രതിസന്ധിയിലേക്ക് ശ്രീ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടെത്തിക്കും എന്നതിന്റെ സൂചനകൾ ശ്രീ പിണറായി വിജയന് നന്നായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുന്ന ഒരു വളരെ വികലമായ തരംതാണ ഗൂഢലക്ഷ്യത്തോടു കൂടിയുള്ള ഈ അട്ടിമറി നീക്കം. സാധാരണ മനുഷ്യർക്കെല്ലാം അറിയാം, ഒരു പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഈ കേസിൽ കൊണ്ടുവന്നാൽ അദ്ദേഹം ഈ കേസ് പഠിച്ചു വരാൻ തന്നെ കാര്യമായിട്ടുള്ള കാലതാമസം ഉണ്ടാക്കും. അതുതന്നെയാണ് ശ്രീ പിണറായി വിജയന്റെ ഈ പുതിയ നിർദ്ദേശത്തിന്റെ ഗൂഢോദ്ദേശം എന്നുള്ളത് മനസ്സിലാക്കാൻ മറ്റ് വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതൊരു കൂട്ടുകച്ചവടമായി മാറിയിരിക്കുന്നു. രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കുന്നതിന് ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പ്രീണിപ്പിക്കുന്നതിനും അദ്ദേഹത്തിന്റെ മേലുള്ള ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ വെള്ളപൂശുന്നതിനും പൊതുസമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടുന്നതിനും അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈഴവ സമുദായത്തെ വരുതിയിൽ നിർത്തിക്കൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാമെന്നും ഉള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇപ്പോൾ ശ്രീ നാരായണീയ ദർശനത്തെ വക്രീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പിണറായി വിജയൻ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ സംരക്ഷകനായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തൊരു വില കുറഞ്ഞതായ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ കളിക്കുന്നത്. എത്ര ആത്മാർത്ഥതയില്ലാത്ത ഒരു നീക്കമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗൂഢ ലക്ഷ്യങ്ങളൊക്കെ ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈശ്വര നിഷേധികളായിട്ടുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ നേതാക്കന്മാരും ഇപ്പോൾ യാതൊരു എളുപ്പമില്ലാതെ അയ്യപ്പ സംഗമം നടത്താനായി, ആഗോള അയ്യപ്പ സംഗമം നടത്താനായി രംഗത്ത് വന്നിരിക്കുന്നു. എന്തൊരു കാപട്യമാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയും അതോടൊപ്പം തന്നെ നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ്, ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒരടഞ്ഞ അധ്യായമാണ്, അതൊക്കെ ഒരു പഴയ കഥയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശ്വര നിഷേധികളായിട്ടുള്ള ആളുകൾ ഉളുപ്പില്ലാതെ ശബരിമല അയ്യപ്പനെ സംരക്ഷിക്കാനായി വേഷം കെട്ടിക്കൊണ്ടിറങ്ങിയിരിക്കുന്നത്. ഇത് തികഞ്ഞ കാപട്യമാണ്, ആത്മാർത്ഥതയില്ലാത്തതാണ്, 4 വോട്ട് കിട്ടുന്നതിന് വേണ്ടി നടത്തുന്ന വില കുറഞ്ഞ തന്ത്രങ്ങളാണ്, കളികളാണ്. ആ കൂട്ടത്തിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശന് എതിരായി നടക്കുന്ന മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുകളിലൊക്കെ തകിടം മറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തരികിട വേലകളൊക്കെ കാട്ടിക്കൊണ്ട് ഈ പുതിയതായിട്ടുള്ള ചില നിർദ്ദേശങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട്. തിരിച്ചറിയും. കനത്ത തിരിച്ചടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകാൻ പോകുന്നു എന്നതും വളരെ വ്യക്തമാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വാഴ്ത്തുപാട്ടുകൾ പാടിക്കൊണ്ട്, സ്തുതിഗീതം പാടിക്കൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നവോത്ഥാനത്തിന്റെ വലിയ ശില്പിയാണ്, പ്രചാരകനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് തോൽക്കാൻ പോകുന്നതിന്റെ സൂചനകളാണ് എന്ന്
തിരിച്ചറിയുന്ന ഒരു പൊതുസമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിയുന്നത്, മനസ്സിലാക്കുന്നത് ശ്രീ പിണറായി വിജയന് നല്ലതാണ്. എത്ര കാലം പിണറായി വിജയന്റെ അനുഗ്രഹത്തോടുകൂടി മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശനും കരുതുന്നത് ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. ഈ തരത്തിലുള്ള കൂട്ടുകച്ചവടവും കള്ളക്കളികളും ഒക്കെ നന്നായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പൊതുസമൂഹം കേരളത്തിലുണ്ട്. സംസ്കാര ചിത്തരായിട്ടുള്ള ആളുകൾ കേരളത്തിലുണ്ട്. ഗുരുദേവനെ അത്യന്തം ആദരവോടും ഭക്തിയോടും കാണുന്നതായിട്ടുള്ള പൊതുസമൂഹം ഈ വർഗീയ വിഷം ചീറ്റുന്നതായിട്ടുള്ള ചില ആളുകളെയും തിരിച്ചറിയും. മുസ്ലിം സമുദായത്തെയും ക്രൈസ്തവ സമുദായത്തെയും പ്രകോപിപ്പിച്ചുകൊണ്ട് നായർ സമുദായത്തിനെതിരായി ഒളിയമ്പുകൾ എഴുതുകൊണ്ട് കേരളത്തിൽ ഒരു പ്രസ്ഥാനവും വിജയിക്കാൻ പോകുന്നില്ല എന്ന ബോധ്യം ശ്രീ വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ പിണറായി വിജയനും മനസ്സിലാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചില തൊടുന്യായങ്ങൾ ഉയർത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ പ്രീണിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ശ്രീ പിണറായി വിജയന്റെ മൂന്നാം ഊഴം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവുകയില്ല എന്നതാണ് പ്രധാനപ്പെട്ട സന്ദേശം. അതാണ് കേരള സമൂഹം കാണാൻ പോകുന്നതും തിരിച്ചറിയുന്നതും. അതുകൊണ്ട് ഈ തരത്തിലുള്ള വർഗീയ വിഷം ചീറ്റൽ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച്, മുസ്ലിം സമുദായത്തെക്കുറിച്ച്, ക്രൈസ്തവ സമുദായത്തെക്കുറിച്ച്, നായർ സമുദായത്തെക്കുറിച്ചൊക്കെ വർഗീയ വിഷം ചീറ്റുന്ന ഈ വിഭാഗീയ പ്രസ്താവനകൾ അവസാനിപ്പിക്കുന്നതാണ് വെള്ളാപ്പള്ളി നടേശനും ശ്രീ പിണറായി വിജയനും നല്ലത് എന്നതാണ് ഈ സമയത്ത് പറയാനുള്ളത്. വർഗീയ ഐക്യത്തോടുകൂടി ഒരേ മനസ്സോടുകൂടി കേരളത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ സമൂഹങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കുന്നതിന് ഈ തരത്തിൽ ഉള്ള വിഷം ചീറ്റൽ അവസാനിപ്പിക്കുന്നതാണ്. അതിന് ശ്രീ നാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ വക്രീകരിക്കാൻ ഈ രണ്ട് നേതാക്കൾ ശ്രമിക്കുന്നത് ഒരിക്കലും കേരള സമൂഹം പൊറുക്കുകയില്ല എന്നതാണ് അന്തിമമായ യഥാർത്ഥത്തിലുള്ള പരമമായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള സത്യം.